ദീർഘ വർഷങ്ങളായി തന്നെ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളിൽ പങ്കെടുക്കുകയും അത് നടത്തുകയും ചെയ്യുന്നവരാണ് എന്നുള്ളതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സമൂഹത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഊഷ്മളമായ സ്വീകാര്യത ഈ പ്രവർത്തനങ്ങൾ ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങൾക്ക് പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സന്ദേശത്തിന്റെ കേൾവി ഞങ്ങളുടെ കേൾവിക്കാർക്ക് ഒരിക്കലും നഷ്ടമായി തീരുകയില്ല എന്നുള്ളത് വസ്തുതാപരമാണ്. ഏവരുടെയും വിലപ്പെട്ട ശ്രദ്ധ സവിനയം ഞങ്ങൾ ഈ പ്രോഗ്രാമിന് വേണ്ടി ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ ലോകം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്ന് മനുഷ്യർക്ക് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായ കാലം മുതൽ മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ, അഭിലാഷങ്ങളിൽ ഒന്നാണ് മനുഷ്യന്റെ അകത്ത് സമാധാനം ഉണ്ടാകുക. ലോകത്തിലാകമാനമായി കാലങ്ങളോളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ് മനുഷ്യർക്ക് സമാധാനം ലഭിക്കണം എന്നുള്ളത്. ലോകത്തിൽ നിരവധി സാഹിത്യകാരന്മാർ സമാധാനത്തെക്കുറിച്ചുള്ള വാക്കുകൾ, സമാധാനത്തെക്കുറിച്ചുള്ള കൃതികൾ സമൂഹത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രസിദ്ധമായ ഒരു സാഹിത്യമാണ് യുദ്ധവും സമാധാനവും എന്ന ഒരു പുസ്തകം. വിശ്വപ്രസിദ്ധ എഴുത്തുകാരനായ ലിയോ ടോൾസ്റ്റോയി എഴുതിയ ആ പുസ്തകം ഏതാണ്ട് 20ലധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത് ലോകത്തിലാകമാനം ആളുകൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അതിന്റെ പ്രമേയം തന്നെ യുദ്ധകാലത്ത് വ്യത്യസ്തങ്ങളായ 5 കുടുംബങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും അതിനെ അവർ തരണം ചെയ്യുന്ന, അതിജീവിക്കുന്ന അതിജീവനത്തിന്റെ കഥയെ വിശദീകരിച്ചുകൊണ്ടുള്ള പുസ്തകമാണ് യുദ്ധവും സമാധാനവും. ആ പുസ്തകത്തിന് ഇന്നും ലഭിക്കുന്ന സ്വീകാര്യത നമ്മുടെ സമൂഹത്തിൽ സമാധാനത്തിന്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ സമാധാനം എന്ന് പറയുന്നത് ലോകത്തിൽ എക്കാലത്തും മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നത് തർക്കരഹിതമായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ഞാൻ പറയട്ടെ, സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ വെമ്പൽ കൊള്ളുകയാണ്. മനോഹരമായ കെട്ടിടങ്ങൾ നമുക്കുണ്ടാകാം, വാഹന സൗകര്യങ്ങൾ നമുക്കുണ്ടാകാം, ബാങ്ക് ബാലൻസുകൾ നമുക്കുണ്ടാകാം, സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമാന പദവികൾ നമുക്ക് ലഭ്യമായിരിക്കാം. പക്ഷേ സമാധാനമില്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതം നരകതുല്യമാണ്, അർത്ഥരഹിതമാണ് എന്നതും നമ്മൾ ഓർക്കേണ്ടത് അനിവാര്യമാണ്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ ഒരിക്കൽ ഒരു ആഡംബര വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ വഴിമധ്യേ വാഹനം നിർത്തിയിട്ട് തന്റെ ചുറ്റുപാടും നിൽക്കുന്ന ആളുകളെ നോക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ 2 കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് മനസമാധാനമാണ് ആവശ്യം, മനസമാധാനമാണ് ആവശ്യം. അദ്ദേഹം സഞ്ചരിച്ച വാഹനം കണ്ടാൽ അദ്ദേഹം സമ്പന്നനാണെന്ന് തിരിച്ചറിയും. അദ്ദേഹത്തിന്റെ വസ്ത്രധാരണങ്ങൾ കണ്ടാൽ അദ്ദേഹം സമ്പന്നനാണ് എന്നത് വ്യക്തമാകും. എന്നിട്ടും ആ മനുഷ്യൻ സമാധാനമില്ലാതെ അലയുകയാണ്. ഇതുപോലെ നൂറുകണക്കിന് ആളുകൾ നമ്മുടെ ഈ കൊച്ചു കേരളക്കരയിൽ സമാധാനമില്ലാതെ ജീവിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ കുടുംബത്തിൽ സമാധാനമില്ല, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ സമാധാനമില്ല, എന്തിനേറെ പറയുന്നു ആധ്യാത്മിക സ്ഥാപനങ്ങളിൽ പോലും പലപ്പോഴും സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സമാധാനം കണ്ടെത്തുവാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ജോഷുവ ലോത്ത് ലിപ്മാൻ എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ സ്ഥലത്ത് ചെന്നിട്ട് പുരോഹിതന്റെ അടുക്കൽ തന്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങളെ കുറിച്ചുള്ള ഒരു നീണ്ട ലിസ്റ്റ് എഴുതി കൊടുക്കുകയാണ്. ആ ലിസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് മനോഹരമായ ഒരു കെട്ടിടം വേണം, ആ കെട്ടിടത്തിനകത്ത് ആവശ്യമുള്ള എല്ലാ സജ്ജീകരണങ്ങളും സാമഗ്രികളും എനിക്ക് ആവശ്യമാണ്, എനിക്ക് നല്ല കാറ് വേണം, എനിക്ക് നല്ല ജോലി വേണം, എനിക്ക് ഡോളറുകൾ ബാങ്ക് ബാലൻസ് വേണം, ഇതിനെല്ലാത്തിനും വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പുരോഹിതന്റെ അടുക്കൽ
ഈ മനുഷ്യൻ എത്തിച്ചേർന്നത്. ആ ലിസ്റ്റിന്റെ ഏറ്റവും ഒടുവിലായിട്ട് ആ പുരോഹിതൻ എഴുതി ചേർത്തു, മനസമാധാനത്തിനും കൂടി വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. മനുഷ്യ ജീവിതത്തിൽ മറ്റെല്ലാം ഉണ്ടെങ്കിലും സമാധാനം നഷ്ടപ്പെട്ടു പോയാൽ മനുഷ്യന്റെ ജീവിതം ഏറ്റവും വേദനാജനകമാണ്, അത് നരകതുല്യമാണ് എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്നേഹിതരെ, ഈ സമാധാനം മനുഷ്യർക്ക് എങ്ങനെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും? ഇന്ന് മനുഷ്യർ മദ്യം ഉപയോഗിച്ചുകൊണ്ട് സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുന്നു, മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുന്നു, തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര നടത്തിക്കൊണ്ട് സമാധാനം കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുന്നു. ഇതുപോലെ മനുഷ്യന്റെ ബുദ്ധിയിൽ ഉരുത്തിരിയുന്ന ചിന്താഗതികൾ കൊണ്ട് സമാധാനം കണ്ടെത്തുവാനായി മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ശ്രമങ്ങളെല്ലാം ഇന്ന് പരാജയപ്പെടുകയാണ്. ഈ ശ്രമങ്ങളെല്ലാം വിഫലമായി തീരുകയാണ്. അതൊരിക്കലും ഫലകരമായി മാറാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് മനുഷ്യൻ തന്റെ ജീവിതത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണത് പറയാൻ കാരണം? മദ്യത്തിലൂടെ സമാധാനം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നവർ ഭീമമായ കടബാധ്യതയിലേക്ക് പോകുന്നു, ഭീകരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു, സാമൂഹിക പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. വീണ്ടും അത് പ്രശ്നങ്ങളിൽ നിന്ന് സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് വഴിമാറുകയാണ്. ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൽ മനുഷ്യൻ കണ്ടെത്തുന്ന ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്നേഹിതരെ, ഞങ്ങൾ പറയട്ടെ, മനുഷ്യർക്ക് സമാധാനം കൊടുക്കാൻ കഴിയുന്ന ഒരു മാർഗം ഈ ലോകത്തിലുണ്ട്. മനുഷ്യർക്കെന്നും ശാന്തി നൽകുവാൻ കഴിയുന്ന, മനുഷ്യന്റെ ഏറ്റവും ഭീകരമായ പ്രശ്നമായ സമാധാനമില്ലായ്മയ്ക്ക് പരിഹാരം വരുത്താൻ കഴിയുന്ന ഒരു മാർഗത്തെ കുറിച്ചാണ് ഇനി ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. ആർക്ക് ആണ് മനുഷ്യന് സമാധാനം കൊടുക്കാൻ കഴിയുന്നത്? മനുഷ്യന് സമാധാനം കൊടുക്കുവാൻ കഴിയുന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉച്ചാരണം കൊണ്ടുളവാക്കിയ അതുല്യനായ ദൈവത്തിന് മാത്രമേ മനുഷ്യർക്ക് സമാധാനം കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം കൊടുക്കുന്നതിനു വേണ്ടി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന വ്യക്തിയാണ് ലോകരക്ഷിതാവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെ കുറിച്ച് പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ പറഞ്ഞ പ്രവചനവാക്യങ്ങളുടെ ഉദ്ധരണികൾ ഇങ്ങനെ പറയുന്നു. യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ മുൻപായി പ്രവചിച്ച യെശയ്യാ പ്രവാചകൻ എന്ന് പറയുന്ന പ്രവാചക ശ്രേഷ്ഠൻ സമൂഹത്തെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയുകയാണ്, ഈ ലോകത്തിൽ ഒരു ശിശു ജനിക്കും, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു. ലോകത്തിൽ മനുഷ്യർക്ക് സമാധാനം നൽകുവാനായിട്ട് ലോകത്തിൽ ജനിക്കുവാൻ പോകുന്ന കുഞ്ഞാണ് യേശുക്രിസ്തു എന്ന് പ്രവാചകൻ പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ ജനന സമയത്ത് മാലാഖ വൃന്ദം ഇങ്ങനെ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ സമാധാനം പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ പ്രഭാഷണങ്ങളിൽ, യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് വന്ന, യേശുക്രിസ്തുവിന്റെ വാക്കുകളിൽ ആകൃഷ്ടരായി തന്റെ അടുക്കലേക്ക് വന്ന സകല മനുഷ്യർക്കും യേശുക്രിസ്തു സമാധാനം കൊടുക്കുകയുണ്ടായി. മനുഷ്യന്റെ സമാധാനം കെടുത്തുന്ന രോഗത്തിൽ നിന്ന്, മനുഷ്യന്റെ സമാധാനം കെടുത്തുന്ന ശാപത്തിൽ നിന്ന്, മനുഷ്യന്റെ സമാധാനം കെടുത്തുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മനുഷ്യർക്ക് സമാധാനം പ്രസംഗിച്ച, സമാധാനം കൊടുത്ത ഒരു വ്യക്തി ലോക ചരിത്രത്തിലുണ്ടെങ്കിൽ അതാണ് ലോകരക്ഷിതാവായ യേശുക്രിസ്തു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. സുഹൃത്തുക്കളെ, യേശുക്രിസ്തു എങ്ങനെയാണ് മനുഷ്യർക്ക് സമാധാനം കൊടുത്തത്? മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം, പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നുള്ളതാണ്. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും കീഴടക്കിയിരിക്കുന്ന ഏറ്റവും മാരകമായ വിപത്തെന്ന് പറയുന്നത് പാപമാണ്. പാപം ഇല്ല എന്ന് ഒരു മനുഷ്യനും പറയുവാനായിട്ട് കഴിയുകയില്ല. നീതിസാരമെന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പാപിയല്ലാതില്ലൊരു നരനും ഈ ഭൂതലെ, കോപശീലം ശിശുക്കളിലുമുണ്ടല്ലോ. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവൻ പാപിയായി തീരുകയാണ്. ആ പാപം അവനെ നിയന്ത്രിക്കുവാൻ തുടങ്ങുകയാണ്. ആ പാപം അവനെ ക്രൂരനാക്കി മാറ്റുന്നു. ആ പാപം അവനെ കൊലപാതകനാക്കി മാറ്റുന്നു. ആ പാപം അവനെ വ്യഭിചാരിയാക്കി മാറ്റുന്നു.
ആ പാപം മനുഷ്യനെ ധാർമ്മികമായി സകല മൂല്യങ്ങളെയും ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനായി മനുഷ്യനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രേരക ശക്തിയാണ് പാപമെന്ന് പറയുന്നത്. ഈ പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുകയാണ്. ഈ പാപത്തിന് പരിഹാരം വന്നെങ്കിൽ മാത്രമേ മനുഷ്യർക്ക് ദൈവത്തോട് സമാധാനം ഉണ്ടാകുകയുള്ളൂ, മനുഷ്യർക്ക് മനുഷ്യനോട് സമാധാനം ഉണ്ടാകുകയുള്ളൂ. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യന്റെ സമാധാനത്തിന് വേണ്ടിയുള്ള ശിക്ഷ ദൈവം അവന്റെ മേൽ ചുമത്തി. ഇന്ന് ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന സ്നേഹിതരെ, മനുഷ്യർക്ക് സമാധാനം നൽകുവാൻ വേണ്ടിയുള്ള പാപത്തിന്റെ സകല ശിക്ഷയും സർവ സൃഷ്ടിതാവായ ദൈവം, സർവശക്തനായ ദൈവം, ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ മേൽ ചുമത്തിയിട്ട് അവനൊരു പാപയാഗമായി ക്രൂശിൽ മരണം വരിക്കുകയാണ്. അങ്ങനെ ലോകത്തിൽ മനുഷ്യർക്ക് സമാധാനം പ്രദാനം ചെയ്തുകൊണ്ട് യേശു ക്രിസ്തു ക്രൂശിൽ മരണം വരിച്ചു. അങ്ങനെ സമാധാനത്തിനുള്ള മാർഗം ദൈവം തുറക്കുകയാണ്. പാപക്ഷമ പ്രാപിക്കുവാൻ യേശു ക്രിസ്തുവല്ലാതെ മറ്റൊരു മാർഗമില്ല കേട്ടോ. ലോകത്തിൽ നമ്മൾ സഞ്ചരിക്കുന്ന തീർത്ഥാടന കേന്ദ്രങ്ങൾക്കോ നമ്മുടെ ജീവിതത്തിൽ പൂർവികന്മാർ നമ്മൾക്ക് കാണിച്ചു തന്ന ആചാര കർമാനുഷ്ഠാനങ്ങളുടെ ആവർത്തനങ്ങൾ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടോ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കലും പാപക്ഷമ നേടിയെടുക്കുവാൻ, പാപപരിഹാരം നേടിയെടുക്കുവാൻ സാധ്യമല്ല എന്ന് വിശുദ്ധ ബൈബിൾ അസന്നിഗ്ധമായി പറയുന്നു. ഇത് മനസ്സിലാക്കിയാണ് വിശുദ്ധ പത്രോസ്ലീഹ പറഞ്ഞത്, മറ്റൊരുവനിലും രക്ഷയില്ല, മനുഷ്യവർഗം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യവർഗത്തിന്റെ ഇടയിൽ യേശു ക്രിസ്തു എന്ന ഏക നാമമല്ലാതെ മറ്റൊരു നാമവും അവശേഷിക്കുന്നില്ല. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി മനുഷ്യനെ ശുദ്ധീകരിക്കുന്നു. സുഹൃത്തുക്കളെ, ഈ ക്രിസ്തുവിന് മാത്രമേ നിങ്ങൾക്ക് സമാധാനം തരുവാൻ കഴിയുകയുള്ളൂ. ഈ ക്രിസ്തു മാത്രമാണ് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾക്ക് പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഏക മധ്യസ്ഥൻ. മറ്റൊരു മധ്യസ്ഥനില്ല, മറ്റൊരു മാർഗമില്ല, മറ്റൊരു ഉപാധികളില്ല. യേശു മാത്രം ഏക രക്ഷകൻ, യേശു മാത്രം ഏക പാപപരിഹാരകൻ, യേശു മാത്രം ഏക സമാധാനത്തിന്റെ ദാതാവ്, സമാധാനത്തിന്റെ നായകൻ. ഒന്ന് രണ്ട് വാചകങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. നമ്മൾ ഈ ലോകത്തിൽ നേടിയെടുത്ത നേട്ടങ്ങളിൽ വല്ലാതെ അഹങ്കരിക്കുന്നവരാണ്. നമ്മൾ മനോഹരമായ വീട് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ ഒരു അഹങ്കാരത്തിന്റെ ചിന്തകൾ വന്നു ഭവിക്കാറുണ്ട്. നമ്മൾ ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും നേടിയാൽ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു അഹങ്കാരത്തിന്റെ വേരുകൾ മുളച്ചു വരാറുണ്ട്. എന്നാൽ ഒന്ന് ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ നമ്മൾ എന്തെല്ലാം നേടിയാലും എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും മരണം എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ ഒരിക്കൽ അഭിമുഖീകരിച്ചേ മതിയാകുകയുള്ളൂ. ഒരിക്കൽ നമ്മുടെ വീതിയോരങ്ങളിൽ മുഴങ്ങിക്കേട്ട ഒരു വിപ്ലവഗാനത്തിന്റെ വാചകം ഇങ്ങനെയുണ്ട്: മരിക്കുവാൻ ഞങ്ങൾക്ക് മനസ്സില്ല, മരിക്കുവാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഈ മരിക്കുവാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് മുഷ്ടി ചുരുട്ടി ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ആവേശഭരിതരായി ആക്രോശിച്ച് പലരും ഇന്ന് ഈ ലോകത്തിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അവരെല്ലാം മരണം എന്ന യാഥാർത്ഥ്യത്തിന്റെ മുൻപിൽ ജീവിതത്തെ അടിയറവ് പറഞ്ഞു. എന്നാൽ സുഹൃത്തുക്കളെ, മരണം കൊണ്ട് മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല. അതിനപ്പുറത്ത് ഒരു ജീവിതം മനുഷ്യർക്കുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആ മരണാനന്തര ജീവിതത്തിൽ ഒന്നുകിൽ നിത്യമായ മോക്ഷം, അതല്ലെങ്കിൽ നിത്യമായ നാശം. ഈ രണ്ട് യാഥാർത്ഥ്യങ്ങൾ നമ്മൾക്ക് മുൻപിൽ നിൽക്കുകയാണ്. മനുഷ്യ ജീവിതത്തിൽ നിത്യമായ മോക്ഷത്തിലേക്കുള്ള ഏക പ്രവേശന കവാടമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലുള്ള വിശ്വാസം. ഇതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ യേശു ക്രിസ്തുവിന്റെ പ്രഖ്യാപനം ഇങ്ങനെ പറഞ്ഞത്: ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. യേശു ക്രിസ്തുവല്ലാതെ മറ്റൊരു വഴിയില്ല. അതുകൊണ്ട് സ്നേഹിതരെ, മരണാനന്തര ജീവിതത്തിൽ നിത്യമായ മോക്ഷത്തിലേക്ക് പ്രവേശനം ലഭിക്കുവാൻ, നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് സമാധാനം മടക്കി ലഭിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മനുഷ്യർക്ക് മുക്തിയും മോചനവും നൽകുവാൻ കഴിയുന്ന ഒരേ ഒരു രക്ഷാ മാർഗമാണ് ഈ സുവിശേഷം.
ഈ സുവിശേഷം സ്വീകരിക്കണമെങ്കിൽ നമ്മൾ പേര് മാറേണ്ടതില്ല, നമ്മൾ നാട് മാറേണ്ടതില്ല. നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട്, നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട്, കർത്താവായ യേശുവേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപത്തിന്റെ പിടിയിൽ നിന്ന്, എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പാപത്തിന്റെ പിടിയിൽ നിന്ന് എനിക്കങ്ങ് മോചനം തരണമേ എന്ന് ഹൃദയംഗമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇന്ന് പകലിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ അടുക്കലേക്ക് വരും. നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ച്, ക്രിസ്തുവിന്റെ മുൻപിൽ ഹൃദയം തുറന്നുകൊണ്ട് കൊടുത്തുകൊണ്ട്, വചനാനുസൃതമായ വിശുദ്ധ ബൈബിളിനെ അനുസരിച്ചുകൊണ്ടുള്ള ഒരു ആധ്യാത്മിക ജീവിതത്തിലേക്ക് ചുവടുവെക്കുവാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങൾക്കും സകല വിഷയങ്ങൾക്കും പരിഹാരം നൽകുവാൻ കഴിയുന്ന ഈ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് സവിനയം സ്നേഹത്തോടെ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട്, ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ച ഈ ആധ്യാത്മിക സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഞങ്ങളെ ശ്രദ്ധിച്ചേവർക്കും ഹൃദയംഗമായ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യജീവിതത്തിൽ